വെള്ളയാണി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ 1978 കാലഘട്ടം. പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ത്രില്ലാണ്, ഭയങ്കര ത്രില്ലാണ്. 6 പാർട്ടായിട്ട് വെട്ടി മുറിച്ച് വലിച്ച് നീട്ടി തേച്ചൊട്ടിച്ച് മ്യൂസിക്കിടും ആ സന്തോഷത്തിന്റെ മ്യൂസിക്. ആ കോമഡി പറഞ്ഞിരിക്കുന്നു, കോമഡിയുടെ മ്യൂസിക് ഇട്ടു. ഹലോ ഹായ്, വണക്കം മക്കളെ, വണക്കം. അങ്ങനെ ഇന്ന് നാഗേന്ദ്രൻ ഹണിമൂൺ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് കണ്ടു. സംവിധാനം ചെയ്തിരിക്കുന്നത് നിതിൻ രഞ്ജി പണിക്കർ, പ്രൊഡക്ഷനും അദ്ദേഹത്തിൻ്റെതാണ്, റൈറ്റിംഗും അദ്ദേഹം. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പോസിറ്റീവ്സിലേക്ക് ആദ്യം പോവാം. പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊള്ളാം, നൈസാണ്, നല്ല വിഷ്വലൈസേഷൻ, നല്ല കാര്യങ്ങളൊക്കെ. ആർട്ട് വർക്ക് നൈസാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ നാടകം കാണാൻ പോകും, ഉത്സവ പറമ്പുകളിൽ നാടകം കാണാൻ പോകും. അതിനൊരു പ്രത്യേക ഒഴുക്കായിരിക്കും, നാടകത്തിൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റിയാണ്. അതായത് ഇരിക്കുന്ന ഓഡിയൻസിന്റെ മുന്നിലേക്ക് അവർ ആ എക്സ്പ്രഷൻസ് കൊണ്ടുവന്ന് ആ ഡയലോഗ്സിലൂടെ അവരെ കറക്റ്റായിട്ട് ആ കഥയിലേക്ക് കൊണ്ടെത്തിക്കും. വളരെ വിരളമായിട്ടുള്ള ചില നാടകങ്ങൾ മാത്രമേ പാളിപ്പോവാറുള്ളൂ. അതും വളരെ വളരെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഒരു നാടകം ചെയ്യുന്നത്. ആ നാടകത്തിൻ്റെ ഒരു ലെവല് പോലും എത്താത്ത ഒരപരാധം പിടിച്ച സാധനം. അപരാധം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തൊരു പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് കണ്ടു നോക്കണം, നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ശത്രു ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ പിടിച്ച് കൂടെ ഇരുത്തിയിട്ട് കസേര കെട്ടിയിട്ടിട്ട് ഇതിൻ്റെ ഒരു 6-7 എപ്പിസോഡുണ്ട്, ഇതങ്ങ് കാണിച്ചു കൊടുക്കണം. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവന് നിങ്ങളുടെ അടുത്ത് തോന്നും, ഞാൻ ഒരിക്കലും ഇവൻ്റെ അടുത്ത് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നത്. അങ്ങനത്തെ ഒരു സാധനം. ഇതിൽ കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് എന്തിനു പറയാം. വെള്ളയാണി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ 1978 കാലഘട്ടം. ആ ഗ്രാമത്തിലെ ഒരു ജുബാബിന്റെ പേരാണ് നാഗേന്ദ്രൻ. നാഗേന്ദ്രന് പ്രത്യേകിച്ച് പണിക്ക് പോകാൻ ഒരു താല്പര്യവുമില്ലാത്തൊരു ജുബാബ്. അമ്മ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് വീട്ടിലെ ചെലവുകൾ നോക്കുന്നു, അത് നോക്കി നടക്കുന്ന ഒരു ജുബാബാണ് നാഗേന്ദ്രൻ. അങ്ങനെ സുഹൃത്തായിട്ടുള്ള സോമൻ നാടകത്തിനൊക്കെ പോയി തന്റെ ജീവിതം എങ്ങനെയെങ്കിലും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പല പല സാഹചര്യങ്ങളിലായി പല കഥാപാത്രങ്ങൾ നാഗേന്ദ്രന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം നാഗേന്ദ്രന് തോന്നുന്നു എങ്ങനെയെങ്കിലും ദുബായിലേക്കൊന്ന് പറക്കണമെന്ന്. ആ ബീജമിടും. അങ്ങനെ നാഗേന്ദ്രന് ദുബായിലോട്ട് പറക്കാൻ തോന്നുന്നിടത്തോടുകൂടി കഥയ്ക്ക് ഭയങ്കര മാറ്റങ്ങൾ വരികയാണ്. പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ത്രില്ലാണ്, ഭയങ്കര ത്രില്ലാണ്. അതായത് നിങ്ങളിങ്ങനെ എങ്ങനെയാണ്, ഏത് സെക്കൻഡിലാണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതെന്നുള്ള ഒരു സംഭവത്തിനെ പറ്റിയാണ് നിങ്ങൾ ത്രില്ലടിക്കാൻ പോകുന്നത്. പിന്നെ നായികമാര് അതിപ്പോ ഇങ്ങനെ തുടങ്ങിയാണ്. ആൽഫി പഞ്ഞിക്കാരൻ, ഗ്രേസ് ആന്റണി, ശ്വേത മേനോൻ, നിരഞ്ജന അനൂപ്, കനി കുസൃതി, അമ്മു അഭിരാമി. അപ്പൊ ഇത്രയും ആൾക്കാരാണ് ഇതിനകത്തെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. പിന്നെ കലാഭവൻ ഷാജോൺ ഉണ്ട്, രമേഷ് പിഷാരടി ഉണ്ട്. അങ്ങനെ ഇവരെ ഇത്രയും ജനാർദ്ദനൻ ചേട്ടനുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ പല കഥാപാത്രങ്ങളായിട്ട് ഇതിനകത്ത് കയറി ഇറങ്ങി വന്നു പോകുന്നുണ്ട്. ഒരു 10-15 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് തീർക്കാവുന്ന ഒരു ഷോർട്ട് ഫിലിമിന്റെ കണ്ടന്റിന് ഒരു വെബ് സീരീസിന്റെ ഒരു 5-6 പാർട്ടായിട്ട് വെട്ടി മുറിച്ച് വലിച്ച് നീട്ടി തേച്ചൊട്ടിച്ച് പരത്തി കടിച്ച് പറിച്ച് നീട്ടി വെച്ച് നൂലൊക്കെ ഇട്ട് നീട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതായത് നമ്മളെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ചോറൂണിനൊക്കെ അരഞ്ഞാണം കിട്ടുമല്ലോ. ഈ അരഞ്ഞാണം ഒരു 50 വയസ്സ് വരെ മറ്റേ ചരടിട്ട് വലിച്ചു നീട്ടി കെട്ടിക്കഴിഞ്ഞാൽ അത് മൊത്തം സ്വർണ്ണമാണെന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ സ്വർണ്ണം എവിടം വരെയാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. അതാണ് ഈ വെബ് സീരീസിന്റെ യഥാർത്ഥ അവസ്ഥ. പിന്നെ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പുള്ളിക്കാരന് പണിയോട് പണിയായിരുന്നു. കാരണം ഇതിനകത്ത് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഏരിയ മൊത്തം തല്ലി കയറ്റി എന്തെങ്കിലുമൊക്കെ കയറ്റി വിടണ എന്ന് പറയുന്നൊരവസ്ഥയായിരുന്നു. ആ സന്തോഷം വരുന്നു, മ്യൂസിക്കിടും ആ സന്തോഷത്തിന്റെ മ്യൂസിക്. ആ കോമഡി പറഞ്ഞിരിക്കുന്നു, കോമഡിയുടെ മ്യൂസിക് ഇട്ടു. ആ ഓടുന്നു, ത്രില്ല് മ്യൂസിക് ഇട്ടു. ആ കള്ളത്തരം കാണിക്കുന്നു, അതിന്റെ ഒരു മ്യൂസിക് ഇട്ടിരിക്കുന്നു. ഇത് എല്ലാ എപ്പിസോഡിലും മാറ്റിയും തിരിച്ചു വിട്ടോളൂ. എങ്ങനെയുണ്ട്? എന്തായാലും പുള്ളി അതുപോലെ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഗ്രേസ് ആന്റണിയുടെ ഏരിയ കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു, കനി കുസൃതിയുടെ ഏരിയ കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് വരുന്ന ആ ഒരു ഏരിയയിൽ ആ പെങ്കൊച്ചിന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. സുരാജ് വെഞ്ഞാറും കൂടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എല്ലായിടത്തും ഏകദേശം ഒരേ കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരേ എക്സ്പ്രഷൻസ്, ഒരേ ഡയലോഗ് പാറ്റേൺ, ഒരേ സംഭവങ്ങൾ, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. വിവാഹം കഴിക്കൂ, കഴിച്ചിരിക്കുന്നു, ഇനി മറ്റേത് ചെയ്യൂ, ഓക്കെ ശരി, അങ്ങനെ ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ചെയ്യൂ, ഓക്കെ. ഇതിനപ്പുറത്തേത് അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല. പിന്നെ കലാഭവൻ ഷാജോണിന്റെ കഥാപാത്രം, അദ്ദേഹത്തിനും കൊടുത്തിരിക്കുന്ന ഏരിയ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജനാർദ്ദനൻ ചേട്ടൻ ഒരു വയസ്സായ തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യന്റെ കഥാപാത്രമായിട്ടാണ് ചെയ്യുന്നത്. അത് അദ്ദേഹം വളരെ വൃത്തിയായിട്ട്, അദ്ദേഹത്തിന്റെ ഡയലോഗ് ഏരിയാസ് ഒക്കെ നൈസായിരുന്നു. പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആർക്കും ഒന്നും ചെയ്യാനില്ല, ഒന്നുമില്ല. പണ്ട് നിങ്ങൾ ഞാൻ അവൻ ഇല്ലേ എന്ന് പറയുന്നൊരു തമിഴ് സിനിമയുണ്ട്. അത് ഗംഭീര ഒരു സ്റ്റൈൽ പടമാണത്. ആ സമയത്ത്
നമ്മളൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു വിവാഹ തട്ടിപ്പും അതിന്റെ പരിപാടികളും ഒക്കെ ഇയാൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നു. ക്ലൈമാക്സിലെത്തിയാൽ പോലും ഒരു പിടിയും തരാത്തൊരു നായകന്റെ കഥാപാത്രം അത് ഗംഭീരമായിട്ട് നൈസായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു സിനിമ 2.5 മണിക്കൂറാണെങ്കിലും അത് അത്യാവശ്യം എൻഗേജ്ഡ് ആണ്, ത്രില്ലിംഗ് ആണ്, കുറെ മിക്സ് മസാല എലമെന്റ്സ് എല്ലാം അതിനകത്തുണ്ട്. അതിന്റെ ഒരു -144p വെർഷനാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺ. പ്രൊഡക്ഷൻ ക്വാളിറ്റി നൈസാണ്, പക്ഷേ കണ്ടന്റ് ക്വാളിറ്റി ഒന്നുമില്ല. ദയവേത് ഇതിനൊരു 2ാം ഭാഗം വെക്കരുത്. കാരണം ഇതിന്റെ ക്ലൈമാക്സിൽ ഗംഭീര ട്വിസ്റ്റാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നോളൻ സിനിമകളിൽ പോയി ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ഒന്നും ആരും കണ്ടു കാണില്ല. കണ്ടന്റ് വൈസ് ഒന്നും ഇല്ലടേ, എല്ലായിടത്തും ഒരേ സംഭവങ്ങൾ നടക്കുന്നു. അവസാനം ഇയാൾക്കൊരു പണി കിട്ടും എന്ന് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ വേറെ എന്തൊക്കെയോ ചില ട്വിസ്റ്റുകൾ വരുന്നു. ബാക്കി എല്ലായിടത്തും ഒരേപോലെ തന്നെ എല്ലാവർക്കും ഒരു ബാക്ക് സ്റ്റോറി വെക്കുന്നു, അത് നൈസായിട്ട് പെട്ടെന്ന് ഓടിച്ച് കാണിക്കുന്നു. ഒരു 37 മിനിറ്റ് എങ്ങനെയും തീർക്കണം, അത്രേ ഉള്ളൂ. ഇതുപോലെ അപരാധം പിടിച്ചൊരു വെബ് സീരീസ് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കൂടുതലൊന്നും പറയാനില്ല. ഇൻഷോർട്ട് മല്ലു ഈ വെബ് സീരീസിന് കൊടുക്കുന്ന റേറ്റിംഗ് 1.5 ഔട്ട് ഓഫ് 5 ആണ്. ഇത് നമുക്കിപ്പം വ്യക്തി വിദ്വേഷമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല. വെറുതെ ഇത്ര എപ്പിസോഡ് കണ്ടിട്ട് ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറും കിട്ടാതെ, ഒരു ഫൺ ഫാക്ടറും കിട്ടാതെ, ഒരു നല്ല എലമെന്റ്സും കിട്ടാതെ അഴുകി ദ്രവിച്ച് പഴകിപ്പോയ ഒരു പ്രേക്ഷകന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഈ വെബ് സീരീസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യുക, മറക്കാതെ കമന്റ് ചെയ്യണം. അഭിപ്രായങ്ങൾ വ്യക്തിപരം, കണ്ടു നോക്കുക, വിലയിരുത്തുക. സോ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, അതുപോലെ തന്നെ ഇതിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും